സെമിയിലേക്ക് എത്തുമ്പോൾ ഇനി 2 മത്സരം മാത്രമാണ് ഇന്ത്യക്ക് കപ്പിൽ നിന്ന് അകലമുള്ളത്. ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത് നമ്മൾ കണ്ടാണ്. ആവേശകരമായ മത്സരം സമ്മാനിച്ചു. ഈ ടൂർണമെൻറ്റിലുടനീളം ഒരു മത്സരത്തിൽ ഒഴിച്ചാൽ ഇന്ത്യ ഭേദപ്പെട്ട പ്രകടനം എന്ന് തന്നെ വിലയിരുത്താം. പക്ഷേ സെമി എന്ന് പറഞ്ഞാൽ സർവ്വശക്തിയും എടുത്ത് എതിരാളികൾ രംഗത്തേക്ക് വരുന്നതാണ്. ഇന്ത്യയുടെ ഒരു സാധ്യതകൾ പ്രത്യേകിച്ചും ഇനി സഞ്ജു ടീമിലുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു ഫൈനൽ 11 എങ്ങനെയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സെമിയിലേക്ക് ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു ഇതുവരെയുള്ള പ്രകടനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടോ തിരുത്തൽ വരുത്തേണ്ടോ കാര്യങ്ങളുണ്ടോ? അനു ദിവിഷ്, നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലെ കളികൾ കണ്ടാൽ കളിയിൽ റിസൾട്ട് ഇന്ത്യക്ക് അനുകൂലമാണെങ്കിലും അവിടെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ബൗളിങ്ങിൽ ചില സമയത്ത് പോരായ്മകൾ കാണുന്നുണ്ടായിരുന്നു. ബാറ്റിങ്ങിൻ്റെ സ്ട്രക്ചറിൽ, ബാറ്റിങ്ങിൻ്റെ പ്ലാനിങ്ങിലൊക്കെ പോരായ്മകൾ കാണുന്നുണ്ടായിരുന്നു. ഓപ്പണിംഗ് ജോഡി സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ മാറുകയാണ്. കഴിഞ്ഞ കളിയിൽ തന്നെ നമ്മുടെ ബാറ്റിംഗ് നിരയിൽ എല്ലാവരും കളിക്കാൻ പറ്റുന്ന, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എത്തുകയും ചെയ്തു. ആരെങ്കിലും ഒരാൾ ആങ്കർ റോളിലേക്ക് എത്തുകയും ആളുകൾ കളിച്ച് റൺസ് ഉണ്ടാക്കുകയും ചെയ്തൊരു സ്ട്രാറ്റജി ഇന്ത്യൻ ടീം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ബോളിംഗ് ആണ്. ഇത്തവണയും നമ്മുടെ ഫീൽഡിങ് ഒരു പ്രതിസന്ധിയായിരുന്നു ഈ മത്സരത്തിൽ. ക്യാച്ച് ഡ്രോപ്പുകൾ വളരെയധികം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളുടെ ഫീൽഡിങ് കൊണ്ട് ഒരു 40 റൺസെങ്കിലും നമ്മൾ വെസ്റ്റ് ഇൻഡീസിന് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക പോലെ ഒരു ടീമിനെ നേരിടേണ്ടി വരികയാണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടാണ് സെമി വരിക. സെമിയിൽ ജയിച്ചാൽ മിക്കവാറും ഫൈനലിലെത്തുക സൗത്ത് ആഫ്രിക്കയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ ഫൈനലിൽ നേരിടേണ്ടി വരും. അവിടെ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് കുറെ കൂടി പ്രൊഫഷണലായ ഒരു ടീമാണ്. ആ ടീമിനെ നേരിടേണ്ടി വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പക്ഷേ ടീം സെറ്റാണ്. ഈ ടീമിൻ്റെ സ്ട്രക്ചർ വളരെ കൃത്യമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് തിലക് വർമ്മ മൂന്നാമതിറങ്ങി, അതായത് 1 ഡൗണിൽ ഇറങ്ങി സ്ട്രഗിൾ ചെയ്യുന്ന തിലക് വർമ്മയാണ് നമ്മൾ കണ്ടത്. പക്ഷേ താഴേക്ക് ഇറങ്ങുമ്പോൾ തിലക് വർമ്മയുടെ സ്വഭാവം മാറുന്നുണ്ട്. തിലക് വർമ്മ വളരെ വേഗത്തിൽ റണ്ണുകൾ കണ്ടെത്തുന്നുണ്ട്. തിലക് വർമ്മ ആ സ്പോട്ടിൽ കൃത്യമായി സ്ട്രാറ്റജി അനുസരിച്ച് കളിക്കുന്നുണ്ട്. ടീമിന് ഇന്ത്യക്ക് വേണ്ട രീതിയിൽ റണ്ണുകൾ എത്തിക്കാൻ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നുണ്ട്. അങ്ങനെ അതേപോലെ ഇഷാൻ കിഷൻ്റെ റോളും നമ്മൾ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് 1 ഡൗണിലേക്ക് എത്തുമ്പോഴും ഇഷാൻ കിഷൻ്റെ ബാറ്റിങ്ങിൻ്റെ കോൺഫിഡൻസിൽ കാര്യമായ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ടീം ഓർഡർ കൃത്യമാണ്. വേണമെങ്കിൽ നമുക്ക് കുൽദീപിനെ സെമിയിലോ ഫൈനലിലോ അന്തിമ 11-ൽ പ്രതീക്ഷിക്കാമെന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് ചേഞ്ചുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ശരി, എന്തായാലും ആവേശകരമായൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചുകൊണ്ട് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ വിജയശില്പിയായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സരം തുടങ്ങി ഒടുക്കം വരെ ക്രീസിൽ നിൽക്കുകയും അതിഗംഭീരമായ, അതായത് 50 പന്തിൽ 97 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഇന്നിങ്സ് ഇന്ത്യക്കും ഈ വേൾഡ് കപ്പിലെ ഒരുപക്ഷെ ഈ ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സായി വിലയിരുത്തപ്പെടാവുന്നതാണ്. 50 പന്തിൽ 97 റൺസ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച സ്കോർ എന്ന നിലയിലേക്ക് എത്തിച്ചേരാനും സഞ്ജുവിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇനി സെമി പ്രവേശമാണ്. 2 മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഇനി വേൾഡ് കപ്പ് എന്ന അല്ലെങ്കിൽ ആ കിരീടം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 195 റൺസ് എടുത്തത്. ഒപ്പം തന്നെ ഷായ് ഹോപ്പ് 32-ഉം റോസ്റ്റൺ ചേസ് 40 റൺസ് എടുത്തത്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട സ്കോറർമാർ. അങ്ങനെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് എടുക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മയും സഞ്ജുവുമാണ് ബാറ്റിംഗ് തുടങ്ങിയത്. അഭിഷേക് ശർമ്മ വീണ്ടും ഒരു പ്രകടന അല്ലെങ്കിൽ ഫോമില്ലായ്മ തുടരുന്നു എന്നതാണ്. 11 പന്തിൽ 10 റൺസ് മാത്രമാണ് ചേർക്കാൻ കഴിഞ്ഞാലും ഈ അഭിഷേകാണ് ഒരുപക്ഷെ സഞ്ജു ടീമിലില്ലാതെ വന്നപ്പോൾ അഭിഷേകിൻ്റെ പ്രകടനം അത് മോശമായി പ്രകടനമായപ്പോൾ ഏറ്റവും വിമർശനം ഏറ്റുവാങ്ങിയത്, മലയാളി ആരാധകരിൽ നിന്ന് പ്രത്യേകിച്ചും വിമർശനം ഏറ്റുവാങ്ങിയതാണ്. അഭിഷേകിൻ്റെ ഒരു സാധ്യത, അഭിഷേകിനെ ഈ ടൂർണമെൻറ്റിലെ പ്രകടനം അഭിഷേകിന് മുന്നോട്ടുള്ളൊരു പോക്ക് അല്പം പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണോ? അഭിഷേകിൻ്റെ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകില്ല. കാരണം ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിവേഗത്തിൽ റൺസ് കണ്ടെത്താൻ എത്തുന്ന ഏത് ക്വാളിറ്റി ബൗളിങ്ങിനെയും അതുപോലെ ഏത് ആവറേജ് ബൗളിങ്ങിനെയും ഒരേപോലെ കളിക്കാൻ കഴിയുന്ന, ഏത് ശക്തമായ ഫീൽഡിംഗ് സെറ്റപ്പിനെയും മറികടന്നുകൊണ്ട് ഷോട്ടുകൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു കളിക്കാരനാണ്, ഒരു ബാറ്ററാണ് അഭിഷേക് ശർമ്മ. അതുകൊണ്ട് അഭിഷേക് ശർമ്മയുടെ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. അന്ന് നമുക്കുണ്ടായിരുന്നൊരു വിഷയം, നിരന്തരം അഭിഷേക് ശർമ്മ പരാജയപ്പെടുകയും 1 ഡൗണിൽ ഇറങ്ങുന്ന ആൾക്ക് ഇത് മാനേജ് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന, തിലക് വർമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് അതൊരു പ്രതിസന്ധിയായി ഉണ്ടായിരുന്നത്. ആ അവസരത്തിൽ ഇഷാൻ കിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു.
അവിടെയാണ് സഞ്ജു സാംസൺ വരുന്നതോടെ ഇതിൽ മാറ്റമുണ്ടാവുകയും ഇഷാൻ കിഷൻ വൺ ഡൗണിലേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഒരു 2-3 വിക്കറ്റുകൾ ആദ്യ 10 ഓവറിൽ പോയാൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നത്. നമുക്ക് അതുകൊണ്ട് അഭിഷേക് ശർമ്മ ഒരു ഫോം കണ്ടെത്തിയില്ലെങ്കിൽ പോലും ഒരു പതിഞ്ഞ താളത്തിൽ കളിച്ചാൽ പോലും നമുക്ക് വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് താളം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ താളം ഇങ്ങനെ തന്നെ തുടരാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു പ്രതിസന്ധി ആവില്ല. എല്ലാവരും പരാജയപ്പെടുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ഘട്ടം വരില്ല എന്ന് നമുക്ക് ആശിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അത് അന്നേരം അഭിഷേക് ശർമ്മയിൽ നമ്മൾ അർപ്പിച്ച വിശ്വാസത്തിന് ഭംഗം വരുന്നത് പോലെയാകും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിലവിൽ അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ട് ഇന്ത്യയെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അവസ്ഥയില്ല. വേണമെങ്കിൽ അഭിഷേക് ശർമ്മയെ കൂടി കളിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയുമെന്ന് കഴിഞ്ഞ സിംബാബ്വേക്കെതിരായ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. അഭിഷേക് ശർമ്മയ്ക്ക് ഫോം ടച്ച് കിട്ടാനുള്ള സമയം കൊടുത്തുകൊണ്ട് ആദ്യം ആക്രമണം സഞ്ജു ഏറ്റെടുക്കുന്നു. അഭിഷേക് ശർമ്മയ്ക്ക് ടച്ച് കിട്ടുന്നുണ്ട്, 50 അടിക്കുന്നുണ്ട്. പിന്നെ ഈ കളിയിൽ തിരിച്ച് ആ റോളുകൾ ചേഞ്ച് ആയതുകൊണ്ട് അഭിഷേക് ശർമ്മയ്ക്ക് പെട്ടെന്ന് അറ്റാക്കിംഗ് മോഡിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. പക്ഷെ അത് മറുവശത്ത് ഒരുപക്ഷെ അഭിഷേക് ശർമ്മയ്ക്ക് കഴിയാമായിരുന്നതിനേക്കാൾ നന്നായി മികച്ച രീതിയിൽ അതിനകത്ത് എക്സ്പീരിയൻസ് സഞ്ജുവിൻ്റെത് വളരെ എടുത്തു പറയേണ്ടതാണ്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സഞ്ജുവിന്. ആ എക്സ്പീരിയൻസ് കൂടെ ഉള്ളതുകൊണ്ടാണ് വിൻഡീസിനെ പോലെയുള്ള ഒരു സൈഡിനെതിരെ ഇത്തരത്തിൽ സ്റ്റേബിളായ ഒരു പിഴവുമില്ലാത്ത ഒരു കളി പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അഭിഷേക് ശർമ്മയുടെ എനിക്ക് തോന്നുന്നത് ആ ഫോമിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്രയും ആശങ്കപ്പെടേണ്ട കാര്യം ഇപ്പോൾ ഇല്ല എന്ന് തോന്നുന്നു. ശരി, എന്തായാലും